നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിരുന്നിൻ്റെ അതിഥികൾ യുഎയിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന അൻവർ ഫ്ലോർ മിൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സാണ്. രണ്ടുപേരുണ്ട്. അതിനേക്കാൾ ഉപരി അൻവർ ഫ്ലോർ മിൽസ് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് യുഎയിൽ ഇറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാർജയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. തീർച്ചയായും അതിൻ്റെ രണ്ട് തലപ്പത്തിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് അതിഥികളായിട്ട് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മാനേജിംഗ് ഡയറക്ടറായ വൺ മിസ്റ്റർ മുജീബ് സാർ, അതുപോലെ തന്നെ വൺ മിസ്റ്റർ അൻവർ സാർ. സാർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. സർ, ആദ്യം തന്നെ മുജീബ് സാറിലേക്ക് വരാം. അൻവർ ഫുഡ് പ്രോഡക്ട്സ് ഇന്ന് യു എയിൽ വളരെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റാണ്. അതിനേക്കാൾ ഉപരി വളരെ ജനങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എങ്ങനെയായിരുന്നു അൻവർ ഫ്ലോർ മിൽസ് എന്ന താങ്കളുടെ സ്ഥാപനത്തിൻ്റെ തുടക്കം ഒന്ന് പറയാമോ? 1979 ഫാദർ ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 3 പേര് വെച്ചാണ് ഇവിടെ സ്ഥാപനം തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം 2000 ശേഷം പിന്നെ 2 ബ്രാഞ്ചാണ് ഉണ്ടായിരുന്നത്. 2000 ശേഷം പിന്നെ ഞങ്ങൾ ഷാർജയിൽ തന്നെ ആയിരുന്നു. 2000 ശേഷം പിന്നെ ഫാദർ ഞങ്ങളെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 6 ബ്രാഞ്ച് ഷാർജയിലുണ്ട്. ഫാദർ 1968 ഇവിടെ വന്നിട്ടുള്ളത്. ഫാദർ വന്നപ്പോൾ 18 വയസ്സാണ്. ഇപ്പോൾ 64 വയസ്സ് അദ്ദേഹത്തിന് 64 വയസ്സായിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ 2 ബ്രദേഴ്സും പിന്നെ എൻ്റെ ചെറിയൊരു ബ്രദറുണ്ട്. ഞങ്ങളിപ്പോൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ 50 ജോലിക്കാരുണ്ട്, സ്റ്റാഫുണ്ട് സ്ഥാപനത്തിൽ. സന്തോഷകരമായിട്ട് പോകുന്നു. ഇനി നമുക്ക് അൻവർ സാറിലേക്ക് പോകാം. സാർ, ഇപ്പോൾ അൻവർ ഫുഡ് പ്രോഡക്റ്റ് ഇന്ന് യു എയിൽ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് താങ്കളുടെ പേരിലാണ് ഈ ഒരു കമ്പനി തന്നെ രൂപപ്പെട്ടത്. എങ്ങനെയായിരുന്നു താങ്കളുടെ ഫാദർ താങ്കളുടെ പേര് ഈ കമ്പനിക്ക് ഇട്ടത്? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉപ്പ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 2 ബ്രദേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മൂത്താളെ ജ്യേഷ്ഠൻ ആയത്, രണ്ടാമത് അൻവർ എൻ്റെ പേരിട്ടത്. 1979 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. വാപ്പ ഷോപ്പ് തുടങ്ങിയത് അതിൻ്റെ 2 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ 1979 കടക്ക് ലീഗലായിട്ട് ലൈസൻസ് എടുത്ത് അൻവർ ഫ്ലോർ മില്ല് എന്നൊരു സ്ഥാപനം തുടങ്ങിയത്. സാർ, ഇപ്പോൾ അൻവർ ഫ്ലോർ മിൽസിൻ്റെ ബ്രാൻഡിൽ ഏതൊക്കെ തരം പ്രോഡക്റ്റുകളാണ് നമ്മളിന്ന് വിപണിയിൽ ഇറക്കുന്നത് എന്നൊന്ന് പറയാമോ? സ്പെഷ്യലി നമ്മൾ സ്പൈസസ് ആണ് കൂടുതൽ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ ബ്രാൻഡിൽ പിന്നെ അരി 4-5 ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പൾസസ്, പിന്നെ നമ്മൾ കൂടുതലായിട്ട് പിന്നെ ഇത് നട്ട്സുകൾ ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട്. അരി കൂടുതൽ നമ്മളെ ബ്രാൻഡിൽ വരുന്ന അരിയുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന, ഇന്ത്യയിൽ നിന്ന് വരുന്ന അരികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പാക്കിങ്ങിലായിട്ട് നമ്മൾ പുറത്ത് സപ്ലൈ ചെയ്യുന്നു. നമ്മളതിൻ്റെ കൂടെ നമ്മൾ പാക്കിംഗ് ഐറ്റംസ് ഉണ്ട്. നമ്മളെ ടോട്ടൽ ബിസിനസ്സിൻ്റെ 20% പാക്കിങ്ങും 80% നമ്മൾ ബൾക്ക് സെയിൽസാണ് കൂടുതലുള്ളത്. ബൾക്ക് നമ്മൾ ഇവിടെ ഷാർജയിലും പിന്നെ ദുബായ്, അജ്മാൻ മേഖലകളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ, പിന്നെ സ്റ്റാർ ഹോട്ടൽസ്, പിന്നെ ഗ്രോസറീസ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ കഫ്റ്റീരിയ, അങ്ങനെ എല്ലാ ഇതിലും ചെയ്യുന്നുണ്ട്. പാക്കിംഗ് എല്ലാം സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറീസ് എല്ലാം ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതല്ലാതെ നമ്മുടെ ബ്രാൻഡിൽപ്പെട്ട വേറെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നമ്മൾ വിപണിയിൽ ഇറക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ അൻവ എന്ന പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. അത് ഇതുവരെ ഞങ്ങളൊരു ബ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും അൻവർ ഫ്ലോർ മില്ല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അതുകൊണ്ട് ഞങ്ങൾ സ്പൈസസ് എല്ലാം വാങ്ങിച്ച് ഫസ്റ്റ് ക്വാളിറ്റിയായി പൊടിച്ചു കൊടുത്ത് നമ്പർ 1 ക്വാളിറ്റിയായിട്ട് കീപ്പ് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അൻവ എന്നൊരു ബ്രാൻഡ് നെയിമ് പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആ അൻവ എന്ന പേരിലാണ്
ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് സാധനങ്ങളെല്ലാം. നമ്മൾ ഈ ഒരു കമ്പനി നല്ലൊരു വിജയത്തിൽ എത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില മൂല്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഒരു മൂല്യമായി കണക്കാക്കുന്നത്? നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഭാഗം തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല 100% ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്നതും. പിന്നെ പോരാത്തതിന് ഞങ്ങൾ അസബ് സർട്ടിഫൈഡാണ് കമ്പനി. ഇപ്പോൾ 5 വർഷമായിട്ട് അസബ് സർട്ടിഫൈഡായിട്ട് കമ്പനി ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളികൾ മാത്രമല്ല നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശി, അറബി ലോക്കൽസ്, ഇത് കാര്യങ്ങൾ പഴയ കാലം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ കസ്റ്റമറും ഇവിടുത്തെ ലോക്കൽ കസ്റ്റമറായിരുന്നു. അറബി കസ്റ്റമറായിരുന്നു. ഫാദർ തുടങ്ങുന്ന ടൈമിൽ നമ്മളിവിടെ അല്ലായിരുന്നു. പക്ഷേ ഫാദറിൻ്റെ അടുത്ത് കിട്ടിയ അറിവ് പ്രകാരം നമ്മളിവിടെ ഇവിടുത്തെ ലോക്കൽസ് ആയിരുന്നു കൂടുതലും സാധനം കൊണ്ടുപോയിരുന്നത്. നമ്മൾ അറബി മസാല എല്ലാം വളരെ ഫേമസ് ആണ്. പിന്നെ ബിരിയാണിക്കുള്ള മസാല എല്ലാം നല്ല രീതിയിൽ പോകുന്നത്. ഇന്ത്യൻ മസാലയും അറബി മസാലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പിന്നെ അറബി മസാല നമ്മളിവിടുന്ന് അത് വറുത്ത് എല്ലാ ജീരകമാണെങ്കിലും മല്ലിയാണെങ്കിലും എല്ലാം വറുത്ത് പൊടിച്ച് തയ്യാറാക്കുന്നതാണ് അറബി മസാല. അവരതിന് മകളി എന്ന് പറയും, നമ്മൾ പൊടിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മസാല നമ്മൾ സാധാരണ രീതിയിൽ അത് വറുക്കാതെ നമ്മൾ പൊടിക്കുന്നത്. ഇന്ത്യൻ മസാലയൊക്കെ കൂടുതൽ അറബികൾ അങ്ങനെയല്ല. അവർക്ക് നമ്മളെ ഇന്ത്യൻ റെഡ് ചില്ലി നമ്മളതിൽ കൂടുതൽ യൂസ് ചെയ്യൽ. ഇന്ത്യൻ മസാലകളാണെങ്കിൽ റെഡ് ചില്ലി കൂടുതലായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക് പെപ്പറാണ് അറബികൾ കൂടുതലായിട്ട് അവർക്ക് എരിവിന് കൂടുതൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് പെപ്പറാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ അവർ അറബികളെ കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസാണ് നമ്മുടെ അടുത്ത സാധനം കൂടുതൽ വാങ്ങുന്നത്. സാർ, ഇപ്പോൾ ബിസിനസ്സിൽ താങ്കളുടെ ഫാദറാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരു വലിയ വർഷത്തെ ഒരു പരിചയമുണ്ട് താങ്കളുടെ ഫാദറിന്. അതുപോലെ തന്നെ നിങ്ങളും ആ ബിസിനസ്സിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജോയിൻ ചെയ്യേണ്ടായി. ഇപ്പോൾ ഫാദർ ഇപ്പോൾ നാട്ടിലാണ്, സന്തോഷമായി പോകുന്നു. എങ്കിൽ തന്നെയും ഒരു ബിസിനസ്സിൽ ഒരു ഉപ്പാടെ കയ്യിൽ നിന്നും നിങ്ങൾ പഠിച്ചെടുത്ത കുറച്ച് പാഠങ്ങൾ അല്ലെങ്കിൽ ഒരു മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഫാദർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന നല്ല ക്വാളിറ്റി, നല്ല എല്ലാ വരുന്ന കസ്റ്റമറെ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. പിന്നെ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോപ്പിലില്ല എന്നുള്ളൊരു വാക്ക് വരാൻ പാടില്ല. ഏത് സാധനങ്ങളും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളെ സ്പൈസസ്, നമ്മളെ അരി, ഇങ്ങനെ പൾസസ്, എല്ലാ പരിപ്പ് ഐറ്റംസുകൾ, എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സാധനങ്ങളാണെങ്കിലും അതിൽ നമ്മൾ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് സാധനം ഇല്ല എന്നൊരു വാക്ക് ഒരു കസ്റ്റമർ തിരിച്ചു പോകാൻ പാടില്ല എന്നായിരുന്നു ഫാദറിൻ്റെ മുഖമുദ്ര. പിന്നെ നമ്മൾ വാങ്ങുന്ന പാർട്ടി അവർ ഒരു പൈസക്ക് വന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ വാങ്ങുന്ന ആ പൈസ അവർ 15 ദിവസം പറഞ്ഞാൽ 15 ദിവസം വരുമ്പോൾ തന്നെ അവരെ പൈസ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം നമ്മൾ വാങ്ങുന്ന ആൾക്കാരുടെ നിന്ന്. അതാണ് നമ്മളെ വിജയം. നമ്മളിപ്പോൾ ഈ സ്ഥിതിയിൽ ഇപ്പോൾ 1 മില്യൺ ദിറംസിന് ഒരു ടീം മാത്രം ചോദിച്ചാൽ തന്നെ അവർ കടം തരാൻ നമുക്ക് തയ്യാറാണ്. ഇതുവരെ ഞാനിവിടെ വന്നിട്ട് ഈ വർഷം വരെ ഒരു പാർട്ടി പൈസ കിട്ടാതെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഉപ്പ പറയും, നീ ഒരു 10 ദിറംസ് ഉണ്ടെങ്കിൽ കയ്യിൽ 10 ദിറംസ് നീ 5 ദിറംസിന് നീ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പാടുള്ളൂ. 5 ദിറംസ് നിൻ്റെ കയ്യിൽ വെക്കണം. 5 ദിറംസ്, അതാ 10 ദിറംസിന് നീ 15 ദിറംസിന് നീ ഒന്നും ചെയ്യരുത്. 5 ദിറംസ് നിൻ്റെ കയ്യിൽ വെക്കണം. എന്നിട്ട് 5 ദിറംസിന് ചെയ്യുക. 5 ദിറംസ് നിൻ്റെ കയ്യിൽ എപ്പോഴും സേഫ് സൈഡായിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ധൈര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളെടുത്ത് 5 ദിറംസ് കൊടുക്കാനുണ്ട്. 5 ദിറംസിന് നമ്മൾ സാധനം വാങ്ങി നമ്മളെടുത്ത് 5 ദിറംസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് 5 ദിറംസ് കൊടുക്കാണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് ഒരു 5 ദിറംസിൻ്റെ കാര്യം എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ച ഓരോ പാഠങ്ങൾ. ഇപ്പം ഞങ്ങൾ അതേമാതിരി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഞാനും ബ്രദേഴ്സും അവർക്ക് ഞാനും ഫാദർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഇനിയിപ്പോൾ ഇവനും എൻ്റെ താഴെയുള്ള ചെറിയ ബ്രദറാണെങ്കിലും അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാർ, ഇനിയിപ്പോൾ ഈ അൻവർ ഫ്ലോർ മിൽസിൻ്റെ ഓരോ ബ്രാൻഡുകൾക്കും വളരെ വ്യത്യസ്തമായ ചില പേരുകൾ കാണാറുണ്ട്. ഇപ്പോൾ അൻവർ പോലും അതിൽ കുറച്ച് അക്ഷരങ്ങൾ മാറ്റിയാണെങ്കിൽ തന്നെയും ഒരു ക്രിയേറ്റീവ് തലം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പേരുകൾ, ഓരോ ബ്രാൻഡിനും ഓരോ പേരുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? ഫസ്റ്റിലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു റൈസാണ്. അത് അൻവർ എന്ന പേരിലാണ് ഇറക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറൊരു ഐറ്റംസ് ഇറക്കി, അതിനും അൻവർ എന്ന് പേരിട്ടു. പിന്നെ അൻവർ എന്നുള്ളത് പിന്നെ അൻവർ ക്ലാസിക്
അൻവർ സിൽക്കി, അൻവർ XXL, അൻവർ സൈന എന്നുള്ളത് ഞങ്ങളെ മദറിൻ്റെ പേരാണ്. ഞങ്ങളെല്ലാ ബ്രാൻഡ് നെയിമും നല്ലവണ്ണം മൂവ്മെൻറ്റായി. പിന്നെ ഞങ്ങൾ ഒന്ന് ആലോചിച്ച് വേറെ ബ്രാൻഡ് ഇടാൻ, പിന്നെ ആലോചിച്ചപ്പോൾ ഉമ്മാൻ്റെ പേരിട്ടാലോ എന്ന് വിചാരിച്ചു. ഉമ്മാൻ്റെ പേര് സൈനബ എന്നാണ്. അത് പിന്നെ അൻവർ സൈന എന്നുള്ള പേരിൽ ഒരു അരി ഇറക്കി. അതും അൽഹംദുലില്ലാ നല്ല മൂവ്മെൻറ്റാണ്, കുഴപ്പമില്ല. എന്തായാലും നമ്മളിപ്പോൾ അൻവർ ഫ്ലോർ മിൽസിൻ്റെ കുറേ വിശേഷങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാവണം ഇത്ര വർഷമായിട്ട് അറബികളടക്കമുള്ള ആൾക്കാർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുകയും ഉപയോഗിക്കുകയും അവർ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സാറിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് ഒന്ന് വിശദമാക്കാം. കുടുംബം മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഇരിങ്ങല്ലൂർ കോട്ടപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസം. അതായത് കോട്ടക്കൽ നിന്ന് 5 കിലോമീറ്ററും വേങ്ങരയിൽ നിന്ന് 2 കിലോമീറ്ററും ദൂരെയാണ് ഇരിങ്ങല്ലൂർ കോട്ടപ്പറമ്പ് എന്ന സ്ഥലം. ഭാര്യയും 3 മക്കളും ഉണ്ട്. മൂത്ത മകൻ ഇപ്പോൾ SLC ഈ പ്രാവശ്യം എഴുതിയുണ്ട്. CBSE ആണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. 16 വയസ്സായി. അതിന് താഴെയുള്ള മകൻ 3ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നു, സാനിദ് റഹ്മാൻ. പിന്നെ ഒരു ചെറിയ കുട്ടിയാണ്, അവൾക്ക് 3 വയസ്സായി, ഷിദ ഫാത്തിമ. ഇപ്പോൾ UAE-ലുണ്ട്. വീട്ടിൽ ഉമ്മയും ഉപ്പയുണ്ട്. പിന്നെ എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും ഇപ്പോൾ ഉള്ളത് UAE-ലാണ്. അവരെല്ലാവരും അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി UAE-ൽ എത്തിയിട്ടുള്ളത്. ഞാനും ഫാമിലിയും ഇവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഉമ്മയും ഉപ്പയും മാത്രമുള്ളൂ. അവർക്ക് കൂട്ടിനായിട്ട് ഇപ്പോൾ അനിയൻ്റെ വൈഫാണുള്ളത്. അവരും ഇവരാരെങ്കിലും അവിടെ നാട്ടിലെത്തിയാൽ അവർ തിരിച്ചു വരും. ഇപ്പോൾ എനിക്കുള്ളത് 2 മക്കളാണ്. എൻ്റെ വൈഫ് നസീമ, മക്കൾ സഹദ് സനീൻ, മൂത്താട് ഷാർജ പ്രോഗ്രസീവ് സ്കൂൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. രണ്ടാമത്തവൻ KG 1-ൽ പഠിക്കുന്നത്, അതേ സ്കൂളിൽ. ഓക്കെ, എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി കഴിഞ്ഞു പോകുന്നത്. സാർ എന്തായാലും ഇത്രയും സമയം അൻവർ ഫ്ലോർ മിൽസിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഫാക്ടറിയുടെ കുറേ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ശ്രദ്ധിച്ചാണ്, എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അൻവർ ഓരോ പ്രോഡക്റ്റും അൻവർ ഫ്ലോർ മിൽസിൻ്റെ പേരിൽ ഇറങ്ങുന്നത് എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ദൈവം ഒരുപാട് കൊണ്ട് തരട്ടെ. ഇതുപോലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ജനങ്ങൾക്ക് കൂടുതൽ കിട്ടട്ടെ. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിൽ ഹൃദയമായ നന്ദി. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം.